ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് അറിയാത്തവർക്ക്, അതല്ലെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസിനെ കുറിച്ച് അറിയാത്തവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ബുക്സൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ബുക്കിൽ കാണിക്കുന്ന ഡിസൈൻസ് ഒക്കെ നമ്മുടെ സാരിയിലെ ബോർഡറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു ചുരിദാറിൻ്റെ നെക്കിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ ആ രീതിയിലുള്ള ഡിസൈൻസ് ഉള്ള ബുക്കും നമുക്ക് ഇതേ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഇതുപോലെയുള്ള പിക്ചറുകൾ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ഫോണിൽ ഇതുപോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫോണിൽ സൈസ് കൂട്ടിയും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ട്രേസ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് കൂടെയുണ്ട് ടച്ചിന്, അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വരാത്തത്. ഇപ്പോൾ ഞാൻ അതിനെ ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ മാർക്ക് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പെന്ന് വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി കുറച്ചുകൂടെ വലുതാക്കി ചെയ്യണമെങ്കിൽ നമുക്കിതിനെ കുറച്ചുകൂടെ സൂം ചെയ്ത് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്രയും വലുതാക്കി ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നെക്കിലുള്ള ഡിസൈൻസിൽ ആയാലും നമുക്ക് ഈ രീതിയിൽ തന്നെ വരച്ചെടുക്കാം. ഇനി നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ വെച്ചിട്ടും ഈ ഒരു ഡിസൈൻ ഇതുപോലെ വരച്ചെടുക്കാം. ഈ ഒരു മെത്തേഡുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ കുട്ടികളുടെ മാസ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലും ഞാൻ ഇതുപോലെ തന്നെ നേരിട്ട് ക്ലോത്തിലേക്കാണ് ഇതുപോലെ ഡിസൈൻസ് വരച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ അതിനെ ട്രേസ് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏതൊരു ഡിസൈനും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ വലിയ ചിലവൊന്നുമില്ലാതെ വരച്ചെടുക്കാം. ഇനി ഇതേ വേണ്ട അടുത്ത ഇതാണ് നമ്മുടെ കാർബൺ പേപ്പർ. അപ്പോൾ ഇതൊരു യെല്ലോയിഷ് കളറാണ് കേട്ടോ. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് വേറൊരു കളർ വരുന്നുണ്ട്, ഒരു വൈറ്റ് കളറിൽ. ഇത് രണ്ടും ആണ് നമ്മൾ സാധാരണ ക്ലോത്തിൽ ഡിസൈൻസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ബ്ലൂ ബ്ലാക്ക് ആണ്. അത് രണ്ടും ക്ലോത്തിൽ മാർക്ക് ചെയ്യാനായിട്ട് അധികം ആരും ഉപയോഗിക്കാറില്ല. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഷോപ്പിൽ നമുക്ക് ചോദിച്ചാൽ അവർ തരുന്നതായിരിക്കും. ഇതിന് ഏകദേശം ഒരു A4 സൈസ് പേപ്പറിൻ്റെ വലിപ്പം തന്നെ ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഡിസൈൻ നമുക്ക് വരയ്ക്കാനും ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാർബൺ പേപ്പർ വെച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡിസൈൻസൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അറിവ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇത് വരച്ചതിന് ശേഷം എങ്ങനെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തതായി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെ ആരി സ്റ്റാൻഡ് ഇല്ലാതെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഐഡിയ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ വരച്ചെടുക്കാം. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഐഡിയാസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.